ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് മുട്ടയും ഉരുളക്കിഴങ്ങും ഉപയോഗിച്ച് നമുക്ക് മുട്ട വിണ്ടാലു ഉണ്ടാക്കാം. അതിന് വേണ്ടത് ഒരു തക്കാളി. ആ തക്കാളി നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തോളണം. ഒരു സവാള, ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും, പച്ചമുളക്, മല്ലിയില, ഇത് കസൂരി മേത്തി, ഒരു സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊക്കെയാണ് വേണ്ടത്. ആദ്യം ഉരുളക്കിഴങ്ങും മുട്ടയും നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് മുട്ടയും വെന്തതിന് ശേഷം തോല് മാറ്റിയിട്ട് അതും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. പാൻ അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും സകലം ഉള്ളിയും ചതച്ചതിട്ട് അതിനെ നന്നായിട്ട് നമ്മൾ വഴറ്റണം. പച്ച മണം പോകുന്നത് വരെ നമ്മൾ വഴറ്റണം. അത് കഴിഞ്ഞ് ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് കഴിയുമ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി, ഇപ്പോൾ ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഒരു തക്കാളി കൂടെ എടുത്തോ, ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ. അതിനനുസരിച്ച് മല്ലിയും മുളക് പൊടിയൊക്കെ ആവശ്യമനുസരിച്ച് കൂട്ടിക്കൊള്ളണം. അത്രയേ ഉള്ളൂ. ഉപ്പുമൊക്കെ കൂട്ടണം. ഇത് നന്നായിട്ട് ഒന്ന് വെന്തോട്ടെ. അതിനുശേഷം ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിടണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഇതെല്ലാം കൂട്ടിക്കൊള്ളണം. 1/4 ടീസ്പൂൺ ഗരം മസാല. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതങ്ങോട്ട് ഈ പച്ചമണം പോകട്ടെ. അതുവരെ ഇത് നന്നായിട്ട് കുക്കാവട്ടെ. കണ്ടോ, നന്നായിട്ട് കുക്കായി. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ കുട്ടികൾക്ക് എടുത്ത് കഴിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ്. ഉപ്പ് നോക്കിക്കോളണേ. അത് കഴിഞ്ഞ് മുട്ട നമ്മൾ ചെറുതായിട്ട് കീറി വെച്ചിരിക്കുന്നില്ലേ, അതുകൂടെ ചേർക്കണം. പിന്നെ മല്ലിയില ഇടുക. കസൂരി മേത്തി കൂടെ ചേർക്കണം. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഉലുവ ഇല ഉണക്കി പൊടിച്ചതാണ്. ഇത് നല്ല ടേസ്റ്റായിരിക്കും. ഇത് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അവർക്ക് ലഞ്ച് ബോക്സിൽ നമുക്ക് കൊടുത്തു വിടാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.